ചാനലിലേക്ക് ഇട്ട TNG-യോടൊക്കെയുള്ള നന്ദി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഒരു കൊച്ചിനെ ഇത്രയും വലിയ ആളുകൾ പ്ലേസ് ചെയ്യാണ്. അപ്പൊ അവരൊക്കെ പിടിച്ചു നടത്തിയതാണ് എന്നെ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ 100% ആ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതെൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെയുള്ള ആളുകൾ, ഇപ്പോൾ TNG ഇല്ല, ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ MGR സർ ആയാലും, അതുപോലെ രാജേഷ് കൽറ അവിടുത്തെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, സിന്ധു സൂര്യകുമാർ, വിനുവി ജോൺ, PG സുരേഷ് കുമാർ, അങ്ങനെ അളക നന്ദാരജനി വാര്യർ, ശാലിനി ശിവദാസ് തുടങ്ങി പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്നും സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു റാപ്പോ ഉള്ള ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അവിടെ നിന്നാണ് ഞാൻ 24ലേക്ക് വരുന്നത്. അത് ശ്രീകണ്ഠൻ സാർ വിളിച്ചിട്ടാണ് ഞാൻ 24ലേക്ക് പോകുന്നത്. അപ്പോൾ 24നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിൽ അയ്യറൂർ ശ്രീകണ്ഠൻ നായർ കോംബോ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡൈനാമിസം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഡോക്ടർ അരുൺകുമാർ, അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് പോകണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട് കേട്ടോ. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വേണം ഈ ഫീൽഡിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. അവിടെ നിന്ന് പഠിക്കാവുന്നതിന്റെ പരമാവധി അവസരങ്ങൾ എനിക്ക് തന്നു. ന്യൂസ് അവർ അടക്കമുള്ള ഷോസ് ചെയ്തു, ഇലക്ഷൻ ഷോസ് ചെയ്തു, ഔട്ട്ഡോർ ചെയ്തു, അങ്ങനെ പരമാവധി കാര്യങ്ങളിൽ അവർ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് പോവുക എന്നുള്ളൊരു താല്പര്യമായിരുന്നു എൻ്റെ സമയത്ത്, എനിക്ക് ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നു. 2021 ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് 24ലേക്ക് വന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ സാർ വിളിച്ചപ്പോൾ, ശ്രീകണ്ഠൻ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ MV നികേഷ് കുമാർ സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമുക്ക് മറ്റൊരു പാറ്റേൺ സെറ്റ്, അതായത് എന്റർടൈൻമെന്റിൽ നിന്ന് വന്നിട്ട് ന്യൂസ് ചെയ്യാമെന്ന് കാണിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ നമ്മൾ തമ്മിൽ അടക്കമുള്ള പരിപാടികളൊക്കെ കണ്ട് നമുക്ക് അത്രയും ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആങ്കർ, അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതും കുറച്ച് നമുക്ക് പഠിക്കാമല്ലോ. അവിടെയും അങ്ങനെയാണ് എൻ്റെ ചിന്ത പോയത്. അപ്പോൾ സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അത്രയും ആ സ്ഥാപനത്തിൽ അത്രയും പേരുണ്ടായിട്ട് 24ലേക്ക് എന്നെ വിളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ അനിൽ അയ്യരൂർ സാറും ശ്രീനാഥ് സാറുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഇത്രയും വലിയ ഒരു രീതിയിലേക്ക്, ഒരു നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിൽ അവരുടെ രണ്ടുപേരുടെ, അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോംബോയാണ് ആ ചാനലിന്റെ ഒരു സ്ട്രെങ്ത്. അങ്ങനെയാണ് ആ സ്ഥാപനം വികസിച്ച് വന്നത്. അതായത് നമ്മുടെ ഒരു സ്ക്രീൻ ലേഔട്ട്സ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ് ന്യൂസിന് ഇല്ലാത്തതും 24 ഉള്ളതുമായി എനിക്ക് അന്ന് മനസ്സിലായത് ഈ സ്ക്രീൻ ലേഔട്ടിലെ ആ ഒരു വൈബ്രൻസിയാണ്. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, ഓഗ്മെന്റഡ് റിയാലിറ്റി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് 24 വന്നു, അത് പഠിക്കാൻ പറ്റി. അപ്പോൾ അതും എനിക്കൊരു നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നെഗറ്റീവിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും അന്ന് നമ്മളെ വിളിച്ച് അവിടെ കൊണ്ടുപോയ ശ്രീകണ്ഠൻ നായരോടുള്ള വെറുപ്പായിട്ട് മാറില്ല. കാരണം എൻ്റെ ഒരു നേച്ചർ അതല്ല. അപ്പോൾ അതിനുശേഷമാണ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ മുഖം മിനുക്കാൻ പോകുന്നു, റീലോഞ്ച് ചെയ്യാൻ പോകുന്നു, റീവാമ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥാപനത്തിൽ നിന്ന്, ആ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്ററായ ആൻഡ്രോ അഗസ്റ്റിൻ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് മലയാളം മാത്രമല്ല മറ്റു ഭാഷകളിലേക്കും വികസിക്കാൻ പോകുന്ന ഒരു ന്യൂസ് നെറ്റ്വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതെന്നെ സ്വാഭാവികമായിട്ടും അട്രാക്ട് ചെയ്യും. കാരണം ഞാൻ മലയാളം ന്യൂസ് ചാനൽസിൽ അല്ലെങ്കിൽ മലയാളം ചാനൽസിൽ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഈ 24 ന്യൂസ് ചാനലിൽ നിന്ന് ആണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അനിൽ സർ ആയാലും അവിടെയുള്ള ആ ടീം ആയാലും, ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ടീം ആയാലും അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂമായി വരാൻ. അവിടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ മർഡോണ വർഗീസ് അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ടറിൽ എനിക്കൊപ്പം ഉണ്ട്. അപ്പോൾ ആ ഒരു ടീമിന്റെ കണ്ടിന്യൂഷൻ ആണ്. അനിൽ സാറാണ് ഇപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ആ ഒരു ടീം ഇവിടെയും ഉണ്ട്, റിപ്പോർട്ടറിലും ഉണ്ട്. അപ്പോൾ ആൻഡ്രോ സാർ ആയാലും അനിൽ സാർ ആയാലും നികേഷ് സാർ ആയാലും ഇപ്പോൾ കൂടെയുള്ള ഉണ്ണി ബാലകൃഷ്ണൻ സാർ, ഡോക്ടർ അരുൺകുമാർ, സ്മൃതി പരത്തിക്കാട്, അങ്ങനെ നല്ലൊരു ടീമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. കാരണം എന്നേക്കാൾ മുമ്പേ 10 വർഷമെങ്കിലും ചുരുങ്ങിയത് കൂടുതൽ മാധ്യമ പ്രവർത്തനത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഉണ്ണിസാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഞാൻ ജീവൻ TV യിൽ ജോലി ചെയ്യുമ്പോൾ, കൈരളി TV ജോലി ചെയ്യുമ്പോഴൊക്കെ കണ്ടു നിന്നിട്ടുള്ളതാണ്. അതായത് പാർലമെന്റിന് മുന്നിൽ നിന്നൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ആകർഷിച്ചിട്ടുള്ള വ്യക്തികൾക്കൊപ്പം അവർക്കൊപ്പം ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാൻ പറ്റുക, മിഡ് എഡിറ്റേഴ്സ് പോലൊരു പരിപാടിയിൽ അവർക്കൊപ്പം ഇരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് എൻ്റെ ഒരു കരിയർ ജേർണി എന്ന് പറയുന്നത്. ഞാൻ നീട്ടിയോ, നീണ്ടുപോയോ? അല്ല, ഞാൻ ആ ഫ്ലോ ആലോചിക്കുമായിരുന്നു. നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ആങ്കർ തന്നെയാണ്, പക്ഷെ ഞാൻ വളരെ മുറിച്ച സമയമൊക്കെ എടുത്ത് കുറച്ച് ആലോചിച്ചിട്ടൊക്കെ പറയാം. പക്ഷെ ഇതൊരു ഇടയിൽ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി. അതൊരു കാര്യം പറയട്ടെ. ഈ ശരിക്കും ഞാൻ പത്തനംതിട്ടയല്ല ജനിച്ചത്, വളർന്നത് കോട്ടയത്താണ്. അച്ഛൻ്റെ അമ്മയുടെ വീട് പത്തനംതിട്ടയും കോട്ടയമാണ്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഇത് എവിടെയെങ്കിലും ഒന്ന് സ്വിച്ച് ഇടുവോ എന്നൊക്കെ എന്നോട് കുട്ടിക്കാലം
കുട്ടിക്കാലം തൊട്ടേ കളിയാക്കാറുണ്ട് എന്നെ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ്. അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് ഈ ന്യൂസ് ഫ്ലോറിൽ എനിക്ക് കിട്ടാറുണ്ട്. കാരണം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റും. അപ്പോൾ PCR നിന്ന് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടറിലാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അൻസു ഒക്കെ പറയും, ചേച്ചി ഒന്ന് പറഞ്ഞു നിൽക്കണേ, കാരണം അടുത്ത ആളെ കണക്ട് ചെയ്യണമല്ലോ. അപ്പൊ ചേച്ചിക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണ്. എത്ര നേരം വേണമെങ്കിലും ഫില്ല് ചെയ്താലേ. പക്ഷെ ആ ഒരു സംഭവം സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ കിട്ടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സോ ഈ ഒരു ഭാഷ എന്ന് പറയുന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഭാഷ എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് സ്വായത്തമാക്കിയെടുത്തത്? അത് പത്രം വായിക്കുക, അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ ചെറുപ്പത്തിൽ. എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് ഞാൻ പറയുന്നത്. അച്ഛനില്ല, അച്ഛനാണ് എന്നെ എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. കാരണം അച്ഛനാണ് എന്നെ വളർത്തിയത്. എൻ്റെ അമ്മ 5-ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. അപ്പോൾ അച്ഛനാണ് അതിനുശേഷം എന്നെ വളർത്തിയത്. മറ്റൊരു വിവാഹമൊക്കെ, അതായത് അത്രയും ചെറുപ്പത്തിലൊക്കെ ഒരാൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. എൻ്റെ അച്ഛനും ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തീരെ ചെറുതാണ്, 5-6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അച്ഛൻ എന്നെ വളർത്തുക, എന്നെ ഒരു മികച്ച നിലയിലെത്തിക്കുക എന്നൊരാഗ്രഹമായിരുന്നു അച്ഛന് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് കുറച്ചെങ്കിലും നിറവേറ്റാൻ പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത് കാണാൻ അച്ഛനില്ല എങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛൻ എന്തായിരുന്നു, എന്താ ചെയ്തിരുന്നത്? അച്ഛൻ ഭോപ്പാലിലായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു പോയില്ല. പിന്നെ നാട്ടില് കൃഷിയൊക്കെ ആയിരുന്നു. പിന്നീട് എന്നെ വളർത്തലായിരുന്നു പ്രധാന ജോലി. അപ്പൊ കൃഷി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയായിരുന്നു. അതിനുശേഷം അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ്, അതായത് എന്നെ വളർത്തുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഭക്ഷണപ്രിയയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണം. അപ്പോൾ അത് ഈ അച്ഛൻ പഠിപ്പിച്ച ശീലമാണ്. അപ്പൊ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. സ്കൂളിലേക്കൊക്കെ നമ്മൾ ഈ പോയിട്ട് ഈ ചോറൊക്കെ പങ്കിട്ട് കഴിക്കുമല്ലോ, കറികളൊക്കെ. അപ്പോൾ ഈ അങ്ങനെ 2-3 കറികളൊക്കെ ഉണ്ടാക്കി തന്നോട് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനും കൂടി. അപ്പോൾ ഈ ഷെയറിംഗ് എന്ന് പറയുന്നതൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഭക്ഷണം ആയാലും എല്ലാവരുമായിട്ടും പങ്കിട്ട് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അച്ഛൻ മരിക്കുന്നത് വരെ ആ ഒരു രീതിയായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കും, അങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരാളുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ അച്ഛൻ പഠിപ്പിച്ച കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെയാണ് ഈ പുസ്തകം വായിക്കുക, ഉറക്ക വായിക്കാൻ പറയുമായിരുന്നു. കാരണം അച്ഛൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അടുക്കളയിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമായിരിക്കും. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ വീട്ടില്. എനിക്ക് വേറെ സിബ്ലിങ്സ് ഇല്ല, ഒറ്റ മോളാണ്. അതും ഒരു അൺനോൺ ഫാക്ട് ആയിരിക്കും അല്ലേ? അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഞാനൊരു ഒറ്റ മോളാണ്. അടിപൊളി. അപ്പൊ ഒറ്റ മക്കൾ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഒറ്റ മോളാണ്. വേണമെങ്കിൽ ഒരു അനിയനൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ, പക്ഷെ സമ്മതിച്ചില്ല. അച്ഛൻ മറ്റൊരു കല്യാണത്തിന് തയ്യാറായില്ല അമ്മ മരിച്ചതിന് ശേഷം. അച്ഛൻ അമ്മ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അച്ഛനപ്പോൾ അടുക്കളയിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പറമ്പിലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് എന്നെയും കൊച്ചായിരിക്കുമ്പോഴേ കൊണ്ടുപോകും. അപ്പം അവിടെ വെച്ച് ഈ പുസ്തകമൊക്കെ ഉറക്ക വായിപ്പിക്കും. അതിനിടയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വായിക്കുമ്പം ഇംഗ്ലീഷൊക്കെയാണ് ഉറക്ക വായിക്കുന്നതെങ്കിൽ അറിയാമല്ലോ. നെഗറ്റിവിറ്റിക്ക് അധികം ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് താനെന്ന് ടെലിവിഷൻ വാർത്താ അവതാരക സുജയ പാർവതി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണോ മുൻപിലുള്ളത് അതിനെ പോസിറ്റീവായി കണ്ട് അതിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ആളാണ് താനെന്നും സുജയ പറയുന്നുണ്ട്. നിലപാടുകൾ കൊണ്ടും വാർത്താ അവതരണ ശൈലി കൊണ്ടും വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന സുജയ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ അവതാരകയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെയും കരിയർ ഗ്രാഫിനെയും കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. ചങ്ങനാശ്ശേരിയിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ സുജയയുടെ തുടക്കം ദൂരദർശനിലൂടെയായിരുന്നു. താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനെ സഹായിച്ചത് ദൂരദർശനും വീട്ടുവിശേഷം എന്ന ഷോയുമായിരുന്നുവെന്നാണ് സുജയ പറയാറുള്ളത്. 16 വർഷത്തിലേറെയായി ദൃശ്യമാധ്യമ രംഗത്ത് താൻ ഉണ്ടെന്നാണ് സുജയ പറയുന്നത്. കൈരളി ടിവിയിലും ജീവൻ ടിവിയിലും റിപ്പോർട്ടറിന്റെ തുടക്കകാലത്തും ഏഷ്യാനെറ്റിലും 24 ന്യൂസിലും തുടങ്ങിയ തന്റെ കരിയർ ഇന്ന് വീണ്ടും റിപ്പോർട്ടറിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ റിപ്പോർട്ടറിൽ നിന്നും ഇറങ്ങിയ സുജയ ഇപ്പോൾ ബിഗ് ടിവിയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും അച്ഛനുള്ളതാണെന്ന് സുജയ പറയുന്നു. 5-ാം വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ എന്നെ വളർത്തിയത് അച്ഛനാണ്. ഇന്ന് അച്ഛനുമില്ല, അദ്ദേഹവും മരണപ്പെട്ടു. അമ്മ മരിക്കുമ്പോൾ അച്ഛൻ ചെറുപ്പമായിരുന്നു. അച്ഛന് വീണ്ടും ഒരു വിവാഹമാകാമായിരുന്നു. എന്നാൽ ആ ജീവിതം മുഴുവൻ തനിക്കായി അച്ഛൻ മാറ്റിവെച്ചു. തന്നെ വളർത്തുക, നല്ല നിലയിൽ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹം തനിക്ക് ഒരു പരിധിവരെ നിറവേറ്റാൻ കഴിഞ്ഞുവെന്നാണ് വിശ്വാസം. ഭോപ്പാലിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. എന്നാൽ അമ്മയുമായുള്ള വിവാഹശേഷം അങ്ങോട്ടേക്ക് അദ്ദേഹം പോയില്ല. പിന്നെ കൃഷിയും ഒക്കെയായിരുന്നു. അച്ഛൻ നല്ല രീതിയിൽ എനിക്കായി കുക്ക് ചെയ്യുമായിരുന്നു.
ചെറുപ്പത്തിലെ ഉറക്കെ വായിക്കാൻ അച്ഛൻ പറയുമായിരുന്നു. ഉച്ചാരണശുദ്ധിയും ഭാഷാശുദ്ധിയും തനിക്ക് കിട്ടാൻ കാരണവും അച്ഛൻ തന്നെയാണെന്നും സുജയ പറഞ്ഞു. അമ്മയില്ല എന്നോർത്ത് സങ്കടപ്പെടാതെ അച്ഛനുണ്ട് എന്നോർത്താണ് ഞാൻ ജീവിച്ചത്. ഇന്ന് അച്ഛനില്ല എന്നോർത്ത് ദുഃഖിക്കാതെ എനിക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട് എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. ഇല്ലായ്മയിലും സന്തോഷം എങ്ങനെ കണ്ടെത്താമെന്നാണ് താൻ ശ്രദ്ധിക്കുന്നത് എന്ന് സുജയ പറയുന്നു. കുറച്ചു പേരെങ്കിലും നമ്മളെക്കുറിച്ച് വായിച്ചിട്ട് ചിരിച്ചു എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ട്രോൾസ് ഒക്കെ സന്തോഷം നൽകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, ഇനി ആക്റ്റീവ് ആകണമെന്നുണ്ട്. അരുൺകുമാറുമായി നല്ല സൗഹൃദമാണ് തനിക്കെന്നും സുജയ പറയുന്നു. ഉമ്മൻചാണ്ടി തനിക്ക് വെറുമൊരു രാഷ്ട്രീയ നേതാവല്ല, ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല അന്ന് ഇമോഷണൽ ആയതെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. എന്നും ഒന്നെങ്കിൽ നെഗറ്റീവായി അല്ലെങ്കിൽ പോസിറ്റീവായി കൈയടി നേടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സുജയ പാർവതിയുടേത്. ഇപ്പോൾ ബിഗ് ടിവിയിലേക്ക് കയറിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. എന്നാലും മാസങ്ങളായെങ്കിലും ആദ്യം തന്നെ കുറച്ച് വിവാദങ്ങളാണ് ഉണ്ടായത്. ഹൈദരാബാദിലാണ് ഇപ്പോൾ സുജയ ഉള്ളത്. ബിഗ് ടിവിയുടെ ആദ്യ കുറച്ച് നാളുകൾ ഹൈദരാബാദ് തന്നെയായിരിക്കും, പിന്നീട് കേരളത്തിലേക്ക് വരത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഹൈദരാബാദിൽ തന്റെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഹൈദരാബാദിലാണ്. എന്നാലും രാവിലെ ന്യൂസിന് ജോലിക്ക് കയറുന്നതിന് മുൻപേ മക്കളുമായി വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെ വിളിച്ചുണർത്തി പോകുന്ന ഒരു അമ്മ തന്നെയാണ് സുജയ പാർവതി. തനിക്ക് തൻ്റെ അച്ഛൻ പറഞ്ഞുകൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത നന്മകളൊക്കെയും തന്നെ ജീവിതത്തിൽ പാലിക്കുന്ന, ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് സുജയ പാർവതി.